Welcome to Tiffany's Kitchen. ഹായ് everyone, അസ്സലാമു അലൈക്കും. ഇന്ന് നമുക്ക് ബ്രെഡ് വെച്ച് നല്ല എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ടേസ്റ്റി ആയിട്ടുള്ളൊരു പുഡിങ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിനായിട്ട് ഒരു പാൻ എടുത്ത് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, 2 ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡർ, 2 ടേബിൾ സ്പൂൺ ഷുഗർ, 2 കപ്പ് മിൽക്ക്, ഇത്രയും കാര്യങ്ങൾ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓൺ ചെയ്ത് നല്ലതായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ തിളപ്പിക്കുന്ന സമയത്ത് നല്ലതായിട്ട് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. ഇല്ലെന്നുണ്ടെങ്കിൽ കോൺഫ്ലോറൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കട്ട പിടിച്ചിരിക്കും. അപ്പോൾ നല്ലതായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ അതിനിടയിൽ നമുക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് അല്പം വാനില എസൻസ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഏത് ഫ്ലേവറാണോ വേണ്ടത് ആ എസൻസ് നിങ്ങൾക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ വാനിലയാണ് ചൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു മിക്സ് നല്ലതായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നല്ലതായിട്ട് തിളച്ചൊന്ന് കുറുകി വരുന്ന സമയത്ത് നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. പിന്നീട് നമുക്ക് പുഡിങ്ങിലേക്ക് വേണ്ടിയിട്ടുള്ള ബ്രെഡ് അരികെ കട്ട് ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫ്രൈ ചെയ്തതിന് ശേഷം കട്ട് ചെയ്താലും മതി. എന്തായിരുന്നാലും ബ്രെഡ് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അല്പം ബട്ടർ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടാണ് നമ്മൾ ഇത് റോസ്റ്റ് ചെയ്തെടുക്കുന്നത്. പുഡിങ്ങിലേക്ക് ഈ ബ്രെഡ് ഇങ്ങനെ ഇതുപോലെ ക്രിസ്പി ആക്കി എടുത്തതിന് ശേഷം യൂസ് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഇല്ലെന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗം നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ഈ ഒരു ബ്രെഡ് ഡിപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള മിൽക്ക് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് 1/2 കപ്പ് മിൽക്ക്, അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഷുഗർ കൂടെ ചേർത്ത് കൊടുക്കണം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് ഇങ്ങനെ യൂസ് ചെയ്യാവുന്നതാണ്. പക്ഷേ ഞാനിപ്പോൾ ഇവിടെ അല്പം എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ എടുക്കുന്നത് പിസ്തയുടെ എസൻസ് ആണ്. അപ്പോൾ അത് അല്പം ഒഴിച്ചു കൊടുക്കാം. ഇനി നിങ്ങൾക്ക് ഏത് ഫ്ലേവറാണോ വേണ്ടത് ആ ഒരു ഫ്ലേവർ നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. വാനിലയോ അല്ലെങ്കിൽ സ്ട്രോബെറിയോ ഏതായിരുന്നാലും കുഴപ്പമില്ല. ഇനി ഇതൊന്നും ഇല്ലെങ്കിൽ ഏലക്കായപ്പൊടി ചേർത്താലും മതി. ഇനി ഏലക്കായപ്പൊടിയും ഇല്ലെങ്കിൽ ഒന്നും ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. എസൻസ് ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനിയിപ്പോൾ ഞാനിവിടെ 4 സ്ലൈസ് ബ്രെഡാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ അരികൊക്കെ കട്ട് ചെയ്ത് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചെറിയൊരു ട്രേയിലാണ് ഈ ഒരു പുഡിങ് സെറ്റ് ചെയ്യുന്നത്. അത് കാരണമാണ് 4 ബ്രെഡ് മാത്രമായിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിനുള്ളൊരളവാണ് ഞാനിവിടെ കാണിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന് മുകളിൽ നമുക്ക് ബ്രെഡ് സെറ്റ് ചെയ്യാം. ബ്രെഡ് ഈ ഒരു പാത്രത്തിന് കണക്കാക്കിയിട്ട് കട്ട് ചെയ്ത് അതിനകത്തേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എടുത്തുള്ള 4 സ്ലൈസ് ബ്രെഡും ഇതിലേക്ക് കറക്റ്റ് അളവാണ്. ഇനി നമുക്കിതിന് മുകളിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കിയിട്ടുള്ള ഒരു മിൽക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു ബ്രെഡിനെ നല്ലതായിട്ട് സോക്ക് ചെയ്തെടുക്കുന്ന വിധത്തിൽ അത്രയും ഒഴിച്ചു കൊടുക്കാം. ഇനി നെക്സ്റ്റ് ലെയർ അതിന് മുകളിൽ നമുക്ക് സെറ്റ് ചെയ്യാം. വീണ്ടും നേരത്തെ ചെയ്തതുപോലെ തന്നെ ആ ഒരു മിൽക്ക് വെച്ചിട്ട് ഈ ഒരു ബ്രെഡിനെ നല്ലതായിട്ടൊന്ന് സോക്ക് ചെയ്തെടുക്കണം. ബാക്കിയുള്ള ഫുള്ള് മിൽക്കും ഇതിന് മുകളിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ മുഴുവനായിട്ടും ബ്രെഡിനെ നമ്മൾ സോക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്കായിട്ടാണ് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ബാക്കിയുള്ള ആ ഒരു മിക്സ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ കംപ്ലീറ്റ് മിക്സും ഇതിന് മുകളിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലതായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം, നല്ലതായിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നല്ലതായിട്ട് തണുക്കുന്നതിന് മുമ്പ് തന്നെ ഇത് ചെയ്യാൻ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഇത് ചെയ്തപ്പോഴത്തേനും കുറച്ചൊന്ന് തണുത്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല കറക്റ്റായിട്ടൊന്ന് ലെവൽ ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ നല്ലതായിട്ട് തണുക്കുന്നതിന് മുമ്പ് തന്നെ ചെയ്യുക. ഇനി ഡെക്കറേഷനൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ എൻ്റെ കയ്യിൽ റെഡ് കളറ് ചോക്ലേറ്റ് വെച്ചിട്ടാണ് ഞാനിവിടെ ഡിസൈൻ ചെയ്യുന്നത്. പിന്നെ അല്പം ഡാർക്ക് ചോക്ലേറ്റ് കൂടെ മെൽറ്റ് ചെയ്തതുണ്ടായിരുന്നു എൻ്റെ കയ്യിൽ. അപ്പോൾ അതും കൂടെ ഞാൻ ഇതിന് മുകളിൽ ജസ്റ്റ് ഒരു ഡെക്കറേഷന് വേണ്ടി ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു പിസ്തായോ അല്ലെങ്കിൽ ബദാമോ ഇതെന്തെങ്കിലും വെച്ച് നിങ്ങൾക്ക് ഡെക്കറേറ്റ് ചെയ്യാവുന്നതാണ്. നല്ലതായിട്ട് തണുപ്പിച്ചതിന് ശേഷം ഒരു 2 മണിക്കൂറെങ്കിലും തണുപ്പിച്ചതിന് ശേഷം കട്ട് ചെയ്യുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റായിട്ട് ആ ഒരു ബ്രെഡൊക്കെ നല്ലതായിട്ട് ആ ഒരു സ്വീറ്റൊക്കെ പിടിച്ച് നല്ല സോക്കായി കിട്ടിയിട്ടുണ്ടാവും. ഇതിപ്പോൾ ഞാൻ വെറുതെ ഒരു 15 മിനിറ്റ് മാത്രമേ തണുപ്പിക്കാനായിട്ട് വെച്ചിട്ടുള്ളൂ. അതിന് ശേഷമാണ് ഞാൻ കട്ട് ചെയ്യുന്നത്. അപ്പോൾ അത് എനിക്ക് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് വീഡിയോയിൽ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പെട്ടെന്ന് കട്ട് ചെയ്തതാണ്. അപ്പോൾ നിങ്ങൾ 2 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്യുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നല്ല കറക്റ്റായിട്ട് നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാനും പറ്റും. നല്ലതായിട്ട് തണുത്തിട്ട് കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ വളരെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു പുഡിങ്ങാണ്. ടേസ്റ്റും നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. ബ്രെഡ് ഇരിപ്പുണ്ടെന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് വീട്ടിൽ കിച്ചണിൽ എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് മാത്രമാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. ഡെക്കറേഷനൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാനേ ഉള്ളൂ.
അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. വീണ്ടും നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഇൻഷാ അല്ലാ. താങ്ക് യു.